തൊഴിലുകൾ ഇല്ലായ്മയായി പോകുമ്പോൾ നമ്മുടെ പ്രതിഷേധത്തിന്റെ ശൈലിയൊക്കെ മാറിട്ടോ. കാരണം കേരളത്തിലെ 10 ലക്ഷത്തോളം ഓട്ടോ തൊഴിലാളികളുണ്ട്. അതിലൊരു 2 ലക്ഷം തൊഴിലാളികളും ഇവിടെ ഇറങ്ങിയാലുണ്ടല്ലോ. ഇറങ്ങിയാൽ എന്താണ് ചെയ്യാ? എടോ 10 ലക്ഷം ഓട്ടോ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നീയൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക്. ചുണയുണ്ടെങ്കിൽ ഇറങ്ങി നോക്ക്. നിങ്ങൾ ഇറങ്ങി അവിടെ എന്താ സംഭവിക്കുക? പരിചയമില്ലാത്ത ഒരാൾ നാട്ടിൽ വന്നാൽ അയാളെ നാട് മുഴുവൻ ചുറ്റി അധിക കൂലി വാങ്ങുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ? 1 രൂപക്കും 2 രൂപക്കും വേണ്ടി തർക്കിച്ചിട്ട് യാത്രക്കാരന്റെ തന്തക്ക് വിളിക്കുന്നത് നിങ്ങളെ കൂട്ടത്തിലില്ലേ? സമീപ പ്രദേശങ്ങളിലേക്ക് എവിടേക്കെങ്കിലാണ് ഓട്ടം വിളിച്ചതെങ്കിൽ അത് പോകാതിരിക്കുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ? ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾ മറ്റു മാർഗങ്ങൾ തേടും. അത് സ്വാഭാവികമാണ്. ഇവിടെ മാറ്റം വരുത്തേണ്ടത് നിങ്ങളെ ബിഹേവിയറിലാണ്. ആളുകൾക്ക് വിളിക്കാൻ തോന്നാൻ നിങ്ങളെ ബിഹേവിയർ മാറ്റണം. അല്ലാതെ ഈ നാട്ടിലെ എല്ലാം തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, സർക്കാരിനൊക്കെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്ന അതേപോലെ അവിടെ ഇരിക്കാം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ യൂബർ ടാക്സി അതുപോലെ തന്നെ റാപ്പിഡോ ബൈക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റിയിട്ട്. അങ്ങനെ അത് കൂടുതലായിട്ട് ഇറങ്ങുമ്പോൾ പരമ്പരാഗതമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ഓട്ടോ ഡ്രൈവർമാരുടെ സ്ഥിതി വളരെ പ്രയാസമായിരിക്കും എന്നൊക്കെ വേദന പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ഈ പരമ്പരാഗത തൊഴിൽ എന്ന് പറയുന്നത് ഒരു മിത്താണ്. അങ്ങനെ പരമ്പരാഗതമായിട്ട് തൊഴിലെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ബാർബർ ഷോപ്പിലെ തൊഴിൽ ഒരു കാലത്ത് അതൊരു പരമ്പരാഗത തൊഴിലായിരുന്നു. ഇന്നത് പരമ്പരാഗത തൊഴിലാണോ? അല്ല, അതൊരു കോഴ്സായിട്ട് ഇന്ന് ആളുകൾ ചെയ്യുന്നുണ്ട്, ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആളുകൾ അത് വെച്ച് ജോലി ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളല്ലാതെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ജോലി ഇന്ന് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണപ്പണി, ഈ തട്ടാൻ പണി എന്നൊക്കെ നമ്മൾ പറയുന്ന പണിയുണ്ടല്ലോ, ആ പണി ഇന്ന് എടുക്കുന്നത് ആ ഏതൊരു ജനവിഭാഗമായിരുന്നോ ആ ജോലി എടുക്കുന്ന അവർ മാത്രമല്ല ഇന്ന് ചെയ്യുന്നത്. ഇന്ന് എല്ലാവരും ആ തൊഴിൽ മേഖലയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓട്ടോക്കാരുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാം, സ്വാഭാവികമാണ്. സർക്കാർ തലത്തിലൊക്കെ പരിഹാരം കാണേണ്ട വിഷയമാണ്. അതിലൊന്നും യാതൊരു തർക്കവും ആർക്കും ഇല്ല. പക്ഷെ പരമ്പരാഗത തൊഴിൽ ചെയ്യൂ എന്നുള്ള വാശിയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു തൊഴിൽ നിലവിൽ കേരളത്തിൽ ഇല്ല. ഏത് തൊഴിലായിക്കോട്ടെ, സ്വർണ്ണപ്പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊല്ലന്മാരുടെ പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആശാരിപ്പണി ആയിക്കോട്ടെ, ഇത്തരം തൊഴിലുകളൊക്കെ ഒരു കാലത്ത് പരമ്പരാഗത തൊഴിലായിരുന്നു. ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ഈ തൊഴിൽ മേഖലയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആശങ്ക സ്വാഭാവികമാണ്. അത് പരിഹാരം കാണേണ്ട വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. അതൊന്നും ആർക്കും ഒരു തർക്കമില്ല. ആ വീഡിയോന്റെ അടിയിൽ കമന്റ് ഒരുപാട് ഈ ഓട്ടോ ഡ്രൈവർമാരെ താത്തിക്കിടുന്ന രൂപത്തിലുള്ള കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്തവരൊന്നും അറിയില്ല. ഏത് തൊഴിൽ മേഖലയിലും കുറഞ്ഞ വിഭാഗം ആളുകൾ ആ മേഖലയെ പറയിപ്പിക്കാനായിട്ട് കുറഞ്ഞ ആളുകളുണ്ടാവും. അത് ഒരു എന്താ പറയുക, സൈബർ ആക്രമണം എന്ന് പറഞ്ഞ മാതിരി നിരവധി ആളുകൾ റോങ് കമന്റ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ ആ കമന്റിൽ വന്നത് സാധാരണ പൊതുജനമൊന്നല്ല എനിക്ക് മനസ്സിലായി. കാരണം ഈ യൂബർ ടാക്സിയും അതേമാതിരി ബൈക്കൊക്കെ ഓടിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരാണെന്നുള്ളത് മനസ്സിലായി. എന്റെ ചേട്ടാ, ആളുകൾ അങ്ങനെ കമന്റ് പറയുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ കമന്റ് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. അത് നിങ്ങളുടെ ബിഹേവിയറിന്റെ പ്രശ്നമാണ്. അത് മാറ്റേണ്ടത് നിങ്ങളാണ്. ആളുകൾ അത്തരത്തിൽ വെറുതെ നിങ്ങൾ ആക്ഷേപിക്കാൻ നടക്കുമോ? ആളുകൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഇത്തരം കമന്റുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 100% കേരളത്തിലെ ഓട്ടോ ഡ്രൈവർമാർ ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ തന്നെ ഒരു ദിവസം ഓട്ടോ ഡ്രൈവർമാർ 5 രൂപക്കും 2 രൂപക്കും വേണ്ടി നാട്ടു റോഡിൽ നിന്ന് തല്ലുകൂടുന്ന രംഗങ്ങൾ എത്ര കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും പറയില്ല. പിന്നെ നിങ്ങൾ തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില തൊഴിൽ മേഖലയിൽ ചില ആളുകൾ ഉണ്ട് എന്ന്. അത് വസ്തുതയാണ്. എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതിനും കാര്യമില്ല. പിന്നെ കമന്റ് ചെയ്യുന്നതൊക്കെ ചെറുപ്പക്കാർ പിള്ളേരാണ്, സാധാരണ ജനങ്ങളല്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. എന്റെ പൊന്നു ചേട്ടാ, ഈ ചെറുപ്പക്കാർ ജനങ്ങൾ തന്നെയാണ് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെന്താണ് മാറ്റുള്ളത്? നമ്മുടെ നാട്ടില്, നമ്മുടെ സമൂഹത്തിൽ 35% ആളുകൾ ചെറുപ്പക്കാരാണ്. അതായത് നിങ്ങളെപ്പോലെയുള്ള ഓട്ടോ ടാക്സിയെ ആശ്രയിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് അത് ചെറുപ്പക്കാരാണ്. പ്രായമായവരെ ആശ്രയിക്കുന്ന ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ചെറുപ്പക്കാരെ ആശ്രയിക്കുന്ന അത്രയും പ്രായമായവരൊന്നും ഇപ്പോൾ ഓട്ടോറിക്ഷനെ ആശ്രയിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. ആളുകളുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നല്ലാതെ അതിനെതിരെ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതിൽ അല്പമൊക്കെ ഒരു വസ്തുത ഇല്ലേ? അത് നിങ്ങൾ തന്നെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവില്ലേ? അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തറിയോ, ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് നമ്മളൊക്കെ ഈ തൊഴിലുകളൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ കുത്തക മുതലാളിമാർക്ക് തീറെഴുതി കൊടുത്തതിന് പേരിൽ നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന വേദനകൾ പലതുമാണ്. അപ്പോ നിങ്ങൾ നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മളെ പരമ്പരാഗതമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന തൊഴിലുകൾ ഇല്ലായ്മയായി പോകുമ്പോ അച്ഛനോ ഞാൻ വിചാരിച്ചേതോ കുത്തക മുതലാളിയാണെന്ന്. എന്റെ പൊന്നു ചേട്ടാ,
ഒരു പാലം വരുമ്പോൾ തോണിക്കാരന്റെ ജോലി ഇല്ലാതാവും. അത് സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞ് പാലം ഉണ്ടാക്കിയത് കുത്തക മുതലാളിയുടെ കമ്പനിയാണെന്നും പറഞ്ഞ് തോണിക്കാരൻ സമരത്തിന് ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നമ്മുടെ നാട്ടില് പലചരക്ക് കടകളുണ്ടല്ലോ, അത് ഏകദേശം ഒരു വിധമൊക്കെ ഇല്ലാതായി. ഇപ്പോൾ ഉള്ളത് സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഒക്കെയാണ്. ആളുകൾ ആശ്രയിക്കുന്നതും അത് തന്നെയാണ്. വ്യാപാരികൾക്ക് ഉണ്ടായിരുന്ന സംഘടനയ്ക്ക് പോലും ഈ നാട്ടിൽ പ്രസക്തി ഇല്ലാതായി. അതെങ്ങനെ സംഭവിക്കുന്നത്? കാലത്തിന്റെ മാറ്റമാണത്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ചെറിയ ഷോപ്പ് നടത്തുന്ന ആളുകൾ ഒന്നെങ്കിൽ, മിക്കവാറും ടൗണിലൊക്കെ ചെറിയ ഷോപ്പ് നടത്തിയിരുന്ന ആളുകൾ ഒന്നുകിൽ അവർ ഉൾഗ്രാമത്തിലേക്ക് അവരുടെ ബിസിനസ് മാറ്റി, അല്ലെങ്കിൽ അവരുടെ ഷോപ്പ് അവർ വിപുലീകരിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെയാണ് കാലത്തിന്റെ മാറ്റം. ആ മാറ്റമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഞങ്ങൾ പരമ്പരാഗതമായി എടുക്കുന്ന തൊഴിലാണ്, അതുകൊണ്ട് ഇവിടെ വേറൊന്നും പറ്റില്ല എന്നൊക്കെ പറയും. അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാലത്തിനനുസരിച്ച് മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാവും. അത് ഓട്ടോ മേഖലയിലും ഉണ്ടാവും, ടാക്സി മേഖലയിലും ഉണ്ടാവും, എല്ലാ മേഖലയിലും ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഓട്ടോ മേഖലക്കും ബാധിച്ചു തുടങ്ങി. അത്രയുള്ള കാര്യം. നമ്മുടെ പ്രതിഷേധത്തിന്റെ ശൈലിയൊക്കെ മാറിട്ടോ. കാരണം കേരളത്തിലെ 10 ലക്ഷത്തോളം ഓട്ടോ തൊഴിലാളികളുണ്ട്. അതിലൊരു 2 ലക്ഷം തൊഴിലാളികളും ഇവിടെ ഇറങ്ങിയാലുണ്ടല്ലോ. കേരളത്തിലെ 10 ലക്ഷം ഓട്ടോ തൊഴിലാളികളുണ്ട്. അതിൽ 2 ലക്ഷം തൊഴിലാളികളെ ഇറങ്ങിയാലുണ്ടല്ലോ. ഇറങ്ങിയാൽ എന്താവും? ഇറങ്ങിയാൽ എന്താണ് ചെയ്യാം? എടോ, 10 ലക്ഷം ഓട്ടോ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നീയൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക്. ചുണയുണ്ടെങ്കിൽ ഇറങ്ങി നോക്ക്. നിങ്ങൾ ഇറങ്ങിയ അവിടെ എന്താ സംഭവിക്കുക? കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തണം. അല്ലാതെ 2 ലക്ഷം തൊഴിലാളികളുണ്ട് ഇറങ്ങിയാണ്ടല്ലോ. എന്താ ഇറങ്ങിയാല്? ഇവിടെ 3.5 കോടി ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താവും? തൊഴിലാളി ഇപ്പൊ ഈ പറയുന്ന 2 ലക്ഷത്തിനെതിരെ 3.5 കോടി പൊതുജനങ്ങൾ നേരത്തിൽ ഇറങ്ങിയാൽ എന്താവും? അതുകൊണ്ട് ആ ഭീഷണി ഒന്നും വേണ്ട. നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ട്, അത് സത്യം. അത് പരിഹരിക്കേണ്ട വിഷയമാണ്, ഗൗരവമേറിയ വിഷയമാണ്, അതൊക്കെ ന്യായമാണ്. പക്ഷെ ഈ ഭീഷണി ഉണ്ടല്ലോ, ഞങ്ങൾ 2 ലക്ഷം തൊഴിലാളികൾ ഇറങ്ങിയാലുണ്ടല്ലോ. നിങ്ങൾ 2 ലക്ഷം തൊഴിലാളികൾ ഇറങ്ങിയാൽ എന്താ? ഇവിടെ ഒന്നും സംഭവിക്കില്ല. മനസ്സിലായോ? ആ കാലൊക്കെ മാറി. മനസ്സിലായോ? പണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ, പണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് ബസ്സുകാരായിരുന്നു ഇത്തരം ഭീഷണികളൊക്കെ. ഞങ്ങൾ ബസ് ഇങ്ങോട്ട് നിർത്തിയാലുണ്ടല്ലോ. ഇപ്പൊ എന്താ ബസ്സുകാർ സമരം ഒന്നും നടത്താത്തത്? അതുകൊണ്ട് കാര്യമില്ല. ഒരു വീട്ടിൽ ഒരാൾക്ക് തന്നെ 2ഉം 3ഉം വണ്ടിയുള്ള ഇക്കാലത്ത് ബസ്സുകാർ ഇറങ്ങിയിട്ട് എന്താണ് കാര്യം? അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ബസ്സുകാർ സമരം നടത്തിയിട്ട് എന്താണ് കാര്യം? അപ്പൊ കാലം മാറി. ആ മാറ്റം ഉൾക്കൊള്ളാനുള്ള സന്മനസ്സുണ്ടാവാം. അല്ലാതെ പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ 2 ലക്ഷം കൊണ്ട് ഇറങ്ങിയാലുണ്ടല്ലോ. നിങ്ങൾ 2 ലക്ഷം ഇറങ്ങിയാൽ എന്താ? നിങ്ങൾ 2 ലക്ഷം ഇറങ്ങിയാൽ എന്താണ്? ഇവിടെ എന്താ വിശേഷം? നിങ്ങൾ 2 ലക്ഷം ഇറങ്ങിയാൽ ഇവിടെ പൊതുജനങ്ങൾ 3.5 കോടി ഉണ്ട്. അവരിറങ്ങിയാൽ, അവരിതേപോലെ രംഗത്തിറങ്ങിയാൽ പിന്നെ നിങ്ങൾ 2 ലക്ഷം അവിടെ. അപ്പൊ അതൊന്നും വേണ്ട. അതുകൊണ്ട് അത്തരത്തിലുള്ള വർത്താനൊന്നും വേണ്ട. നിങ്ങൾ ആശങ്ക ഉണ്ട്, അത് പരിഹരിക്കണം. അത് ന്യായവുമാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഭീഷണി ഉണ്ടല്ലോ, പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പരിപാടി, അത് വേണ്ട. അതൊക്കെ തൽക്കാലം കൈ വെച്ചാൽ മതി. അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കേട്ടാ. പിന്നെ ഇതിനൊക്കെ അവസരം ഉണ്ടോ? അവിടെ ഇപ്പോൾ ഗവൺമെന്റ് ഓർഡർ നോക്കൂല, ഒന്നും നോക്കൂല. നമ്മളെ ജീവിതം, നമ്മളെ കുടുംബം പട്ടിണിയാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ പോകണമെന്ന് വെച്ചാൽ പ്രതിഷേധത്തിന്റെ ശൈലികളൊക്കെ മാറ്റും. കേരളമാണ് സ്തംഭിപ്പിക്കും, ഒരു സംശയമില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഈ 10 ലക്ഷം തൊഴിലാളികള് അവരെ ജീവിതം മുട്ടിപ്പോകുമ്പോൾ അവരും കൂടെ ഒരു ഇറക്കിറങ്ങും. അപ്പൊ നമ്മളെങ്ങനെ പരിഹസിക്കുന്നത്, നമ്മളെങ്ങനെ നമ്മളെ തൊഴിൽ നഷ്ടപ്പെടുന്നത് കൂടാതെ നമ്മളെ പരിഹസിക്കുക, നമ്മളില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, അതൊരിക്കലും അനുവദിക്കില്ല കേട്ടോ. ശക്തമായി പ്രതിഷേധിക്കും ഞങ്ങൾ. അത് നിങ്ങൾ ഓർത്തോളൂ. ഈ ഊബർ ടാക്സിയും അതേമാതിരി റാപ്പിഡോ ബൈക്കിന്റെ ആളുകളൊക്കെ പറയാനുള്ളത്, നിങ്ങളറിയില്ല നിങ്ങൾ കുടുങ്ങാൻ പോവാന്നുള്ളത്. ഇതൊക്കെ കുത്തക മുതലാളിമാരൊരു കളിയാന്നുള്ളത് പാർക്കും അറിയോ? അതുകൊണ്ട് ഓർത്ത് കളിച്ചോളൂ. പ്രതിഷേധത്തിന്റെ ശൈലികളൊക്കെ ഇനി മാറും. ലോ ആൻഡ് ഓർഡർ ഉള്ള നാടാണ്. 2 ലക്ഷം തൊഴിലാളികൾ പ്രതിഷേധിച്ച് ഇവിടുത്തെ കേരളം സ്തംഭിപ്പിക്കും. ഞങ്ങൾ സർക്കാരിന്റെ ഉത്തരവൊന്നും പരിഗണിക്കില്ല എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ഭീഷണിപ്പെടുത്താം? ലോ ആൻഡ് ഓർഡർ ഉള്ള നാടാണ്. നീയൊക്കെ ഇവിടുത്തെ നിയമം ലംഘിച്ചിട്ട് ജനങ്ങളെ നെഞ്ചത്തോട്ട് കയറാൻ നിന്നാൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ട്. ഒരു പരിധി വരെ ജനങ്ങളും ശ്രമിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നു, പൊതുജനം അങ്ങോട്ട് ഇറങ്ങും. മനസ്സിലായോ? ഒരു പരിധി ഉണ്ട് ഇത് എല്ലാത്തിനും. പൊതുജനം അങ്ങോട്ട് ഇറങ്ങിയാൽ നീയൊക്കെ എന്ത് ചെയ്യും? 3.5 കോടി ജനങ്ങൾ ഇറങ്ങിയാൽ 2 ലക്ഷം വരുന്ന നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മാത്രമാണോ കുടുംബം കുട്ടികളുള്ളത്? ഊബർകാരനും റാപ്പിഡോക്കാരനും ഒക്കെ കുടുംബം കുട്ടികളില്ലേ? നിങ്ങൾക്ക് മാത്രമാണോ കുടുംബം കുട്ടികളുള്ളത്? നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി. ഇവിടെ എല്ലാവർക്കും ജീവിക്കല്ലേ? അതുകൊണ്ട് ഇത്തരം ഭീഷണിയൊന്നും വേണ്ട. നിങ്ങൾ 2 ലക്ഷം ആളുകൾ പുറത്തിറങ്ങിയാൽ ഇവിടുത്തെ 3.5 കോടി ജനങ്ങളും പുറത്തിറങ്ങും. ഈ നാട് ലോ ആൻഡ് ഓർഡർ ഉള്ള നാടാ. നിനക്ക് തോന്നിയ പോലെ അഴിഞ്ഞാടാനുള്ള നാടല്ലത്. അകത്തങ്ങോട്ട് കിടക്കും. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഈ രാജ്യത്തൊരു സർക്കാരുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ഓൺലൈൻ ടാക്സി വന്നാൽ സ്റ്റാൻഡിലിട്ട് ഓട്ടോ ഓടുന്ന നിങ്ങൾക്കൊക്കെ ഓട്ടോ കുറയും, അത് സത്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഓൺലൈനിലേക്ക് മാറണം.
അതല്ലേ വേണ്ടേ? അത് ന്യായമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലേക്ക് നിങ്ങൾ മാറണ്ട, നിങ്ങൾ സ്റ്റാൻഡിൽ തന്നെ നിന്നോ, അവിടുന്ന് കിട്ടുന്ന ഓട്ടം മതിയെങ്കിലും ഓക്കെ. അതല്ലേ ന്യായം? ഇവിടെ എല്ലാവർക്കും വേണം ജീവിക്കുക. നിനക്ക് മാത്രമല്ല കുട്ടികളും ബന്ധുക്കളും മാതാപിതാക്കളും ഉള്ളത്, ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇവർക്കൊക്കെ ഇവിടെ ജീവിക്കണം. നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ പോരല്ലോ. അതാദ്യം മനസ്സിലാക്കുക. അതിന് ഭീഷണിയൊന്നും വേണ്ട. ഞങ്ങൾ 2 ലക്ഷം ആളുകൾ പുറത്തിറങ്ങും, 2 ലക്ഷം ആളുകൾ പുറത്തിറങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല. ഇവിടുത്തെ 3.5 കോടി ജനങ്ങൾ ഉറങ്ങും. ഇവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ട്, ഇവിടെ നിയമമുണ്ട്, ഈ രാജ്യത്തിന് സർക്കാരുണ്ട്. ഇതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ പുറത്തിറങ്ങി നിങ്ങൾ എന്ത് ചെയ്യാൻ? അവിടെ ഒന്നും ചെയ്യാനാവില്ല. ഇതിനെക്കാട്ടും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ പ്രതിഷേധങ്ങളൊക്കെ പിന്നീട് കാണാൻ തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യാപാരികളുമായി ബന്ധപ്പെട്ട വലിയൊരു സംഘടന, സർക്കാർ തലത്തിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സംഘടന, അങ്ങനെ ഒരു സംഘടനയൊന്നുമില്ല. അപ്പൊ അത് വേണ്ട, വെല്ലുവിളി വേണ്ട. നിങ്ങൾ ആശങ്കകൾ ന്യായം, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിന് വെല്ലുവിളി ഉണ്ടല്ലോ, പൊതുജനങ്ങളെ വെല്ലുവിളിക്കണേ. ഞങ്ങൾ 2 ലക്ഷം ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, നീ എന്താ ചെയ്യാ? നിങ്ങൾ എന്താ ചെയ്യാ? 2 ലക്ഷം ആളുകൾ ഇറങ്ങിയിട്ട് ഒന്ന് കാണണല്ലോ. ഈ നാട്ടിലെ സർക്കാരിനെ, ഇവിടുത്തെ സംവിധാനങ്ങളെയും ഈ രാജ്യത്തെ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യം ചെയ്ത് കളിക്കും. പണ്ട് ഓട്ടോറിക്ഷ ഈ നാട്ടിൽ വന്നപ്പോ, ഓട്ടോറിക്ഷ ഇറങ്ങിയ സമയത്ത് ഇത്തരം ആശങ്കകൾ ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? കൈവണ്ടിക്കാർക്ക്, കാളവണ്ടിക്കാർക്ക്, ഇവർക്കൊക്കെ ആയിരുന്നു. അന്ന് അവരും ഒരു പക്ഷെ പ്രതിഷേധിച്ചിട്ടുണ്ടാവാം. ഈ വീഡിയോ ചെയ്ത ആളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ജനിച്ചതിന് ശേഷം നിങ്ങൾ കാളവണ്ടി ഇട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ പൊതുഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലത്തിന്റെ മാറ്റത്തിൽ അത് സൈഡായി പോയി. എന്ന പോലെ ഓരോ മേഖലയും അങ്ങനെ സൈഡാവും. അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവാണ് വേണ്ടത്. അല്ലാതെ പൊതുജനങ്ങളെയും നാട്ടിലെ സർക്കാരിനെയും വെല്ലുവിളിക്കല്ല വേണ്ടത്. മനസ്സിലായോ? അതിനുശേഷം കമ്പ്യൂട്ടർ വന്നപ്പം തൊഴിൽ പോകുന്നേന്ന് പറഞ്ഞ കുറെ ആൾക്കാർ കരഞ്ഞു. ഇപ്പതാ AI വന്നപ്പം തൊഴിൽ പോകുന്നേന്ന് പറഞ്ഞ കുറെ ആൾക്കാർ അറിയുന്നത്. അതിലൊക്കെ ന്യായമുണ്ട്, അതിലൊന്നും ന്യായമില്ല എന്നല്ല പറയുന്നത്. അതിലൊക്കെ ന്യായമുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള പരിഹാരങ്ങളും സർക്കാർ തലത്തിൽ വേണം. അതാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അതിന് പൊതുജനങ്ങളെ വെല്ലുവിളിക്കല്ല വേണ്ടേ. നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞാലും ലോകം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിത്തിരിയും, അല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. ജനം ഏത് വാഹനം തിരഞ്ഞെടുക്കണം, അത് ഊബർ ആവട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ട് ആവട്ടെ, അതൊക്കെ ജനങ്ങളുടെ ഇഷ്ടമാണ്. അത് തീരുമാനിക്കുന്നതും ജനങ്ങളാണ്. അതിന് പല ക്രൈറ്റീരിയ ഉണ്ട്. അവര് സർവീസ് എങ്ങനെയുണ്ടെന്ന് നോക്കും, കൂലി ന്യായമാണോ നോക്കും, മാന്യമായിട്ടാണോ പെരുമാറുന്നത് നോക്കും. അത് അങ്ങനെ പലതരത്തിലുള്ള ക്രൈറ്റീരിയകളുണ്ട് ഇതിന്. ഇതൊക്കെ നോക്കിയിട്ട് ആളുകൾ കയറുള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭാഗത്ത് നിന്ന് 100% ഉറപ്പാണോ? പരിചയമില്ലാത്ത ഒരാൾ നാട്ടിൽ വന്നാൽ അയാളെ നാട് മുഴുവൻ ചുറ്റി അധിക കൂലി വാങ്ങുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ? 1 രൂപക്കും 2 രൂപക്കും വേണ്ടി തർക്കിച്ചിട്ട് യാത്രക്കാരന്റെ തന്തക്ക് വിളിക്കുന്നവര് നിങ്ങളെ കൂട്ടത്തിലില്ലേ? സമീപ പ്രദേശങ്ങളിലേക്ക് എവിടേക്കെങ്കിലാണ് ഓട്ടം വിളിച്ചതെങ്കിൽ അത് പോകാതിരിക്കുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിലില്ലേ? ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾ മറ്റു മാർഗങ്ങൾ തേടും. അത് സ്വാഭാവികമാണ്. ഇവിടെ മാറ്റം വരുത്തേണ്ടത് നിങ്ങളെ ബിഹേവിംഗിലാണ്. ആളുകൾക്ക് വിളിക്കാൻ തോന്നണ്ടേ? തോന്നാൻ നിങ്ങളെ ബിഹേവിംഗ് മാറ്റണം. അല്ലാതെ ഈ നാട്ടിലെ എല്ലാം തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, സർക്കാരിനൊക്കെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്ന അതേപോലെ അവിടെ ഇരിക്കാം. കാലം നിങ്ങളെയൊക്കെ കടന്നുപോകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ ഊബർ, അതുപോലെ തന്നെ റാപ്പിഡോ പോലുള്ള ഓൺലൈൻ ടാക്സികളെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് ആശ്രയിക്കുന്നെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, അതിന് കുറഞ്ഞ കൂലിയുള്ളൂ. പിന്നെ കാറിൽ AC ഉണ്ടാവും. ഇപ്പോഴത്തെ ചൂടുള്ള കാലത്തൊക്കെ ആളുകൾ അതും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ വണ്ടിക്കൂലിന്റെ കാര്യത്തിൽ നടു റോഡിലിരുന്ന് പരസ്പരം തന്തക്ക് വിളിച്ച് തർക്കിക്കേണ്ട ഗതികേട് ആളുകൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. കാരണം നമുക്ക് ആദ്യം തന്നെ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് ഇതിന്റെ ചാർജ് ഒക്കെ ഫിക്സ് ആക്കാം. നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പോയാൽ മതി. പക്ഷെ ഓട്ടോയിൽ കയറിയാൽ അതാണ് അവസ്ഥ. 50 മീറ്റർ കൂടുതൽ ഓടി, അതുകൊണ്ട് അതിന് 500 രൂപ അധികം ഓട്ടോ കൂലി തരണം എന്ന് പറഞ്ഞിട്ട് എത്ര തർക്കങ്ങൾ ഈ നാട്ടിലുണ്ടാവുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളൊന്നും ഓൺലൈൻ ടാക്സിയിലില്ല. ആളുകൾ അതിലെ പ്രിഫർ ചെയ്യും. ആളുകൾ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഓട്ടോക്കാർക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് തെറി കേൾക്കേണ്ട കാര്യം ജനങ്ങൾക്ക് എന്താണ്? അതുകൊണ്ട് പാലം വന്നാൽ തോണിക്കാരന്റെ പണി പോകും എന്നുള്ള ആ വാദം ഉണ്ടല്ലോ, അതുമായിട്ടൊന്നും ന്യായീകരിക്കാൻ ഇറങ്ങണ്ട. നമ്മുടെ നാട്ടിൽ JCB വന്നപ്പോഴും സൂപ്പർ മാർക്കറ്റുകൾ വന്നപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ വന്നപ്പോഴും ഇതുപോലെ കുറെ വലിയ വായിൽ വർത്തമാനം പറയുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? എവിടെ ഇവരൊക്കെ? എന്തെങ്കിലും ഒരു പുതിയ സംരംഭം നാട്ടിൽ വന്നാൽ അതുകൊണ്ട് ആർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെടുമെങ്കിൽ ആ സംരംഭത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം പരിശോധിക്കാം. ഈ പുതിയ ആശയങ്ങളുമായി യാതൊരു രീതിയിലും സഹകരിക്കില്ല എന്ന വാശിയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോലിയുള്ളത് അവിടേക്ക് മാറുക. അല്ലാതെ ലൈവിൽ വന്ന് കരഞ്ഞിട്ടോ പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് യാതൊരു തൊഴിൽ നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ മാന്യമായിട്ടൊരു ഫോൺ വാങ്ങുക, ഈ പുതിയ സംവിധാനങ്ങളുടെ ഭാഗമാകുക, യാത്രക്കാരനോട് ഏറ്റവും കുറഞ്ഞത് മാന്യമായിട്ടെങ്കിലും പെരുമാറുക, യാത്രക്കാരനെ മാനിക്കുക. ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും നിങ്ങൾ യാത്രക്കാരോട് ചെയ്യണം. ഇതെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതുപോലും ചെയ്യാത്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി ഇതിനൊന്നും തയ്യാറല്ല, ഞങ്ങൾ 2 ലക്ഷം പേരുണ്ട്, നാട്ടിലിറങ്ങിയിട്ട് ഞങ്ങൾ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും ആക്കൂല. ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കും.
മനസ്സിലായോ? ഒന്നും ആക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ലോകം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി തിരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം നിങ്ങളെ അവസാനമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ആ കാലം കണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് ജനങ്ങളെ സേവിക്കുന്നവർ മാത്രമാണ് അതത് തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. കുത്തക മുതലാളിമാർ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവർ കുത്തക മുതലാളിമാരായതെന്ന് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് അവരെ ആശ്രയിക്കേണ്ടി വന്നതും. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ ഈ കുത്തക മുതലാളിമാരുടെ ആപ്പ് വഴി അറിയിച്ചാൽ അവരതിന് പരിഹാരം കണ്ടെത്തും. ഓട്ടം വിളിക്കുന്നവന്റെ നെഞ്ചത്തേക്ക് ഓടിക്കയറാം, അവനെ കെട്ടറത്ത് ചാർജ് വാങ്ങി സുഖമായി ജീവിക്കാമെന്ന് ഇനിയൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ 2 ലക്ഷം ഉണ്ടെങ്കിൽ ആ കയ്യൂക്ക് കാണിക്കാനാണ് പറഞ്ഞെങ്കിൽ ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഇവിടെ പോലീസ് ഉണ്ട്, ഇവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ട് എന്നുള്ളത് മറക്കണ്ട. അതിനേക്കാൾ ഉപരി ഈ നാട്ടിലെ പൊതുജനങ്ങളുമുണ്ട്. അതൊന്നും മറന്നുകൊണ്ടാവരുത് ഇത്തരത്തിലുള്ള വർത്താനം എന്നുള്ളത്. എല്ലാവരും ഓർത്താൽ അവർക്ക് നല്ലത്. നിങ്ങൾ ആശങ്ക എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതിന് ന്യായമായ പരിഹാരവും വേണം, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതിന് പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കളി ഉണ്ടല്ലോ, അത് വേണ്ട, അത് നിർത്തിക്കോ കേട്ടോ. പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട. ഊബറിൽ പോകുന്നവൻ ഊബറിൽ തന്നെ പോകും, റാപ്പിഡോയിൽ യാത്ര ചെയ്യുന്നവൻ അതിൽ തന്നെ യാത്ര ചെയ്യും, സ്റ്റാൻഡിൽ വന്ന് ഓട്ടോ വിളിക്കാൻ ആഗ്രഹിക്കുന്നവൻ അങ്ങനെ യാത്ര ചെയ്യും. അതേ ഇവിടെ നടക്കാൻ പോകുന്നു. കാലത്തിനനുസരിച്ച് മാറുക, മാറ്റങ്ങളുടെ ഭാഗമാകുക. ഇല്ലെങ്കിൽ കാലം നിങ്ങളെ കടന്നുപോകും. നിങ്ങൾക്ക് വേണ്ടി കാലം കാത്തിരിക്കില്ല എന്നുകൂടി നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.